നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ്. പല വമ്പന്മാരുടെയും തനി നിറമാണ് പുറത്തായിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. നടികളുടെ മുറികളിൽ വന്നിരിക്കുന്ന നടന്മാർ ആരൊക്കെയാണ്, നടികൾക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുത്ത നടന്മാർ ആരാണ്, വലിയ വെല്ലുവിളികളും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മഞ്ജു വാര്യരുടെ പേരും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ചില നിർമ്മാതാക്കൾ WCC അംഗങ്ങളെ തന്റെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല. അത് അമ്മ സംഘടനയെ ഭയന്നിട്ടാണ്. WCC രൂപീകരണത്തിന് മുൻപ് നിരവധി അവസരങ്ങൾ ലഭിച്ച ഒരു നടിക്ക് WCC അംഗമായ ശേഷം അവസരങ്ങൾ ഇല്ലാതായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, WCC സ്ഥാപക അംഗമായ ഒരേയൊരു അംഗത്തിന് മാത്രം കൈനിറയെ നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. ഇവർ മാത്രമാണ് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞത്. സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടന്നത് താൻ കേട്ടിട്ട് പോലുമില്ലെന്നാണ് ഈ നടി പറഞ്ഞത്. എന്നാൽ അത് സത്യമല്ല. തെളിവുകൾ പരിശോധിക്കേണ്ടി വന്നാൽ ഇൻഡസ്ട്രിയിലെ പുരുഷന്മാർക്കെതിരെ ഈ നടി മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുകയാണ്. മലയാള സിനിമാ രംഗത്ത് നിന്നും പുറത്താകാതിരിക്കാനുള്ള സ്വാർത്ഥ ലക്ഷ്യം മാത്രമാണ് ഇതിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഹേമ കമ്മിറ്റി പരാമർശിക്കുന്ന നടി ആരാണെന്ന് വ്യക്തമല്ല. എന്നാൽ ഈ നടി മഞ്ജു വാര്യരാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. മഞ്ജു വാര്യർക്ക് മാത്രമാണ് തുടരെ സിനിമയിൽ അവസരം ലഭിക്കുന്നത്. മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നത് മഞ്ജു വാര്യർ മാത്രമാണ്. മറ്റുള്ളവർക്കാർക്കും മഞ്ജുവിനോളം അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. തങ്ങൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് WCC അംഗങ്ങളായ പാർവതി തിരുവോത്ത്, രമ്യ നമ്പീശൻ തുടങ്ങിയവരെല്ലാം പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ തനിക്ക് നേരെ വരുന്ന വിവാദങ്ങൾക്ക് മഞ്ജു മുൻപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആളുകൾ കരുതുന്നത് ഞാൻ ഡിപ്ലോമാറ്റിക് ആണെന്നോ ഉത്തരം പറയാൻ മടിക്കുന്നു എന്നോ ആണ്. പക്ഷെ അതല്ല സത്യം. ഫേവറേറ്റ് ആയ ഒരാളെ തിരഞ്ഞെടുത്താൽ ഞാൻ എന്നോട് നുണ പറയുകയാണെന്ന് തോന്നും. എനിക്ക് ഈ നടനെയും നടിയെയും ഇഷ്ടമാണല്ലോ എന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് ഫേവറേറ്റ് സെക്ഷൻ എനിക്ക് ഇഷ്ടമല്ലാത്തത്. പൊതുവെ ചോദ്യങ്ങൾ ഒരേ ഫോർമാറ്റിലായിരിക്കും. ഈ ആക്ടറുടെ കൂടെയുള്ള മറക്കാനാകാത്ത അനുഭവം എന്നൊക്കെ. അതൊരു ഇന്റർവ്യൂവിലല്ല, ഒരു സിനിമയുടെ പ്രൊമോഷന് 20-25 ഇന്റർവ്യൂകളിൽ സംസാരിക്കേണ്ടി വരുമെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി. എന്താണ് തനിക്ക് തോന്നുന്നതെന്ന് വാക്കുകളിലൂടെ കൃത്യമായി പറയാൻ സാധിക്കാറില്ലെന്നും മഞ്ജു വ്യക്തമാക്കി. അതേസമയം സിനിമാ മേഖലയിൽ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് 2019 കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അന്നു മുതൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. 2019 ഡിസംബർ 31 റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല. ഇതിനെതിരെ മാധ്യമപ്രവർത്തകർ അടക്കം വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു. നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ. റിപ്പോർട്ടിൽ പരാമർശിക്കുന്നവരുടെ സ്വകാര്യത കണക്കിലെടുത്ത് ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ആളുകളെ തിരിച്ചറിയുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. 49 പേജിലെ 96 പാരഗ്രാഫ് ഒഴിവാക്കി. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധങ്ങളും നീക്കിയിട്ടുണ്ട്.